മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. തികച്ചും വ്യത്യസ്തങ്ങളായ ചില അനുഭവങ്ങൾ, വളരെ ലളിതമാണ്. അത് ഒരു തത്വശാസ്ത്രത്തിൻ്റെ വീക്ഷണത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഞാൻ 60 വർഷങ്ങൾക്ക് മുമ്പാണ് തൃപ്പൂണിത്തുറയിൽ ജനിച്ച് തൃപ്പൂണിത്തുറയിലെ ഓരോ മുക്കിലും മൂലയിലും നടന്നു ചെന്നും സൈക്കിളിലും മറ്റും യാത്ര ചെയ്തും ഞാൻ പഠിച്ച തൃപ്പൂണിത്തുറ ഗേൾസ് ഹൈസ്കൂളിലെ ലോവർ പ്രൈമറി സ്കൂള്, RLV സ്കൂള്, അതേപോലെ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂള്, പിന്നെ എറണാകുളത്തുള്ള മഹാരാജാസ് കോളേജ്, സെയിൻറ്റ് ആൽബർട്ട്സ് കോളേജ്, തേവര കോളേജ്, അധ്യാപകനായി പ്രവർത്തിച്ച കൊച്ചിൻ കോളേജ്, ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും ധന്യമായ ദർശനത്തിലൂടെ എൻ്റെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഞാൻ ജനിച്ചു വളർന്ന ഈ തൃപ്പൂണിത്തുറയിൽ ഇങ്ങനെ പല ആവശ്യങ്ങൾക്കായിട്ട് കാൽനടയായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഓരോ പഴയ കടകളും വ്യക്തികളും എല്ലാം കാണേണ്ടായി. എന്നെ വളരെയേറെ സ്പർശിച്ച ഒരു കാര്യം, ഞാൻ അന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് 10, 30, 40 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ചില കടകൾ അതേപോലെ തന്നെ ഇന്ന് ഒരു വികസനവുമില്ലാതെ, ഒരു വിധത്തിലുള്ള എക്സ്പാൻഷനും ഇല്ലാതെ, ഒരു തരത്തിൽ അകത്തും പുറത്തും ജീർണിച്ച് അതേപോലെ ഇരിക്കുന്ന കാഴ്ച കണ്ടു. അതൊരു കാഴ്ച. രണ്ടാമതൊരു കാഴ്ച കണ്ടത് പല കടകളും ഹോട്ടലുകളും ഈവൻ മുറുക്കാൻ കട വരെ അൾട്രാ മോഡേൺ ഫെസിലിറ്റീസ് ചേർത്ത് അതിൻ്റെ മുകളിൽ കെട്ടിടങ്ങൾ കെട്ടി അത് വാടകയ്ക്ക് കൊടുത്ത് ആ പഴയതിനെ തികച്ചും നവീകരിച്ച് പുതിയ സംവിധാനങ്ങളും അപ് ടു ഡേറ്റ് ടെക്നോളജിയും എല്ലാം ചേർത്ത് ധന്യമാക്കി കച്ചവടം നടത്തുന്ന, അല്ലെങ്കിൽ മറ്റ് പല രീതിയിലും ഉപയോഗിക്കുന്ന സംവിധാനങ്ങളുള്ള കടകളും വീടുകളും കണ്ടു. മൂന്നാമതായിട്ട് ഞാൻ കണ്ടത്, എനിക്ക് പരിചയമുള്ള അനവധി വ്യക്തികൾ ഞാൻ കണ്ട സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ ചിരിച്ച് സംസാരിച്ചിരുന്ന വ്യക്തികൾ, അവരിൽ ഭൂരിഭാഗം ആൾക്കാരും മൺമറഞ്ഞു കഴിഞ്ഞു. അവരുടെ മക്കൾ അച്ഛൻ ഇരുന്ന അതേ കസേരയിൽ, അച്ഛൻ ഇരുന്ന അതേ സ്ഥാനത്തിരുന്ന് അച്ഛൻ ചെയ്ത അതേ പ്രവർത്തികൾ ചെയ്യുന്ന ഒരു കാഴ്ച. പെട്ടെന്ന് ഞാൻ ഓർത്തത്, ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ എന്നെ ഏൽപ്പിച്ച ഒരു ദൗത്യം, ഭാരതീയ സംസ്കാരത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകളെക്കുറിച്ച് നല്ല രീതിയിൽ റിസർച്ചും അതുപോലെ സ്റ്റഡീസ് നടത്തണമെന്ന് പറഞ്ഞ് ഒരു സെമിനാർ, ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ ഈ മാസം നവംബർ 3-ാം തീയതി ഡൽഹിയിൽ നടന്നിരുന്നു. അതിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അതിലെ ഒരു വ്യക്തി, ടെക്സ്റ്റൈൽസുമായിട്ട് ബന്ധപ്പെട്ടൊരു വ്യക്തി വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം പറയുകയുണ്ടായി. ഈ ബാലവേല, ചെറിയ കുട്ടികളെ ജോലിക്ക് നിയോഗിക്കുന്നത് ഗവൺമെൻറ് തടഞ്ഞതോടുകൂടി തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് മാറിയ ഇൻഡസ്ട്രിയൽ കൾച്ചർ അത് പൂർണ്ണമായിട്ടും ഇല്ലാതെയായി. ഒരുപക്ഷെ സ്കൂളിലും കോളേജിലും പോയിട്ട് പഠിക്കാൻ സാധിക്കാത്തവരും അതിഗംഭീരമായിട്ട് ബിസിനസ് നടത്തിയിരുന്നത് അച്ഛൻ്റെ കൂടെ, അല്ലെങ്കിൽ ഉയർന്ന ആ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരുടെ കൂടെ, ആ കുടുംബത്തിലെ അംഗങ്ങൾ നേരിട്ട് പ്രവർത്തിച്ച് എക്സ്പീരിയൻഷ്യൽ ആയിട്ട് ലേണിംഗ് ആണ്. ഒരുപക്ഷെ അവർക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല, അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉണ്ടാവില്ല, പക്ഷേ ആ ടെക്നോളജിയിൽ ഏറ്റവും നല്ല പരിചയമുള്ളവരായി തീരുമായിരുന്നു. ചെറുപ്പം മുതൽക്ക് തന്നെ അച്ഛനോടൊപ്പവും ബന്ധുക്കളോടൊപ്പവും ഇൻഡസ്ട്രിയൽ കാര്യങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് അത് സാധിക്കാതെ പോയി എന്ന് അദ്ദേഹം ആ മീറ്റിങ്ങിൽ പറയുകയുണ്ടായി. ഞാൻ തൃപ്പൂണിത്തുറയിൽ കണ്ടത്, അച്ഛൻ്റെ കൂടെ നിന്ന് ഉച്ചയ്ക്ക് അച്ഛന് ചോറ് കൊണ്ടുപോയി കൊടുത്ത്
അച്ഛൻ ഊണ് കഴിച്ച പാത്രം കഴുകി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന അതേ അച്ഛൻ്റെ മക്കള് ഇന്ന് അച്ഛനിരുന്ന കസേരയിലിരുന്ന് ഹോട്ടൽ ബിസിനസ്സിൽ കാഷ്യറായിട്ടിരിക്കുന്നു. ചില തുന്നൽ കടകളിൽ അച്ഛനിരുന്ന അതേ സ്റ്റോളിലിരുന്ന് തുന്നൽ നടത്തുന്നു. ആയുർവേദ അങ്ങാടി മരുന്ന് വിൽക്കുന്ന ആ അച്ഛനിരുന്ന കസേരയിൽ മക്കളിരിക്കുന്നു. ചില കടകളെല്ലാം വളരെയധികം റിനോവേറ്റ് ചെയ്തപ്പോൾ അച്ഛന് പറ്റാത്തത് പലതും മക്കൾക്ക് പറ്റി വളരെ ഗംഭീരമായിട്ട് ഇതാണ്. പൊന്നിയരി വാങ്ങിക്കാൻ ഇന്നലെ ഞാൻ കടയിൽ ചെന്നപ്പോൾ എനിക്ക് നല്ലോണം അറിയാവുന്ന ഔസേപ്പ് എന്ന് പറയുന്ന വ്യക്തിയുടെ മകൻ റാഫേൽ വളരെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടതാണ്. ഗോപാലകൃഷ്ണൻ സാറല്ലേ, സാറിൻ്റെ പരിപാടികളൊക്കെ ഞാൻ യൂട്യൂബിലും അതേപോലെ ജനം ടി വിയിലൊക്കെ കാണാറുണ്ട് കേട്ടോ. സാറിനെ ഞാൻ കണ്ടിരിക്കുന്ന വളരെ ചെറുപ്പത്തിലാണ്. അദ്ദേഹത്തിന് എന്നെ മനസ്സിലായി. 36 കൊല്ലമായി ഞാൻ തൃപ്പൂണിത്തുറ വിട്ടിട്ട്. 36 40 പരം കൊല്ലങ്ങളായി. ഹൈദരാബാദിലേക്ക് പോയത് ഉൾപ്പെടെ 40ഓളം വർഷങ്ങൾക്ക് മുമ്പ് തൃപ്പൂണിത്തുറ വിട്ട് തിരിച്ച് തൃപ്പൂണിത്തുറയിൽ വന്നപ്പോൾ കുറേ പേര് പരിചയപ്പെട്ടു. ഒരു അസാധാരണ മാറ്റം. ആ മാറാൻ തയ്യാറായവർക്കൊക്കെ സാമ്പത്തികമായിട്ട് ഉയരാനും നല്ല ടെക്നോളജി ഇംപ്ലിമെൻ്റ് ചെയ്യാനും നല്ല ബിസിനസ് നടത്താനും സാധിച്ചു. മാറാൻ സന്നദ്ധരായ അല്ലാത്തവർ അതേ പഴയ കെട്ടിടത്തിൽ അതേ പഴയ മനസ്സോടുകൂടി തന്നെ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഒരു സന്ദേശം: മാറണം. മാറ്റമാണ് ജീവിതത്തിൻ്റെ നിയമം. വളർച്ചയാണ് ജീവിതത്തിൻ്റെ നിയമം. ഉയർച്ചയാണ് ജീവിതത്തിൻ്റെ നിയമം. അതിന് വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് ഭീഷ്മര് ധർമ്മപുത്രരോട് പറഞ്ഞൊരു വരിയുണ്ട്: ഉദ്യമം, എൻ്റർപ്രീനർഷിപ്പ്, ഏത് കാര്യങ്ങളിലേക്കും ചങ്കൂറ്റത്തോടു കൂടി ഇറങ്ങാനുള്ളൊരു മാനസികാവസ്ഥ. ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമവും. ഷഡേതേ യത്ര വർത്തന്തി ദൈവം തത്ര പ്രകാശയേത്. ഉദ്യമം, എൻ്റർപ്രീനർഷിപ്പ്, സാഹസം, വെല്ലുവിളികൾ ഏറ്റെടുക്കാനുള്ള കഴിവ്, ധൈര്യം, ചങ്കൂറ്റം, ധൈര്യം തന്നെ. ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, വിസ്ഡം, ശക്തി, സഹനശക്തിയും മസിൽ പവറും, പരാക്രമം, തെറ്റുകൾ, കുറവുകൾ, തടസ്സങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ. ഇത് മുമ്പിൽ വരികയാണെങ്കിൽ അതിനെ തട്ടി നീക്കി മാറ്റി മുമ്പോട്ട് പോകാനുള്ള ചങ്കൂറ്റം ആർക്കാണോ ഉള്ളത്, ദൈവം തത്ര പ്രകാശയേ. ഈ 6 ക്വാളിറ്റി ആർക്കാണോ ഉള്ളത് അവിടെ ഈശ്വരാനുഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഈശ്വരാനുഗ്രഹം ഉണ്ടായിടത്ത് വിജയമുണ്ടാവുന്നല്ല ഭീഷ്മര് ധർമ്മപുത്രരോട് പറഞ്ഞത്. ഈ 6 ക്വാളിറ്റി എവിടെയുണ്ടോ അവിടെ ഈശ്വരാനുഗ്രഹം ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു കാഴ്ച എനിക്ക് പഴയ റോഡിലൂടെ നടന്ന്, പഴയ സ്കൂളുകളിലൂടെ നടന്ന്, പഴയ സ്ഥാപനങ്ങളെ കണ്ട്, പഴയ വ്യക്തികളും അവരുടെ അടുത്ത തലമുറയും എല്ലാം കണ്ട് മുമ്പോട്ട് പോയപ്പോൾ ഒരു അസാധാരണ അനുഭൂതിയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കേൾക്കണം, കാണണം. ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടും, നമുക്ക് പ്രയോജനപ്പെടും. നമ്മൾ രാജ്യത്തോടൊപ്പം മുമ്പോട്ട് പോകുന്നുണ്ടോ, മറ്റു വ്യക്തികളോടൊപ്പം മുമ്പോട്ട് പോയി വികസിക്കുന്നുണ്ടോ, അല്ല നമ്മൾ നിന്ന സ്ഥലത്ത് തന്നെയാണോ നിൽക്കുന്നത്? പലരും ഉയർന്നും വളർന്നും ഉണർന്നും മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ തളർന്നും തകർന്നുമെല്ലാം ജീവിക്കുകയാണോ എന്ന് അറിയണമെങ്കിൽ ഇതെല്ലാം കാണണം. എനിക്ക് ഇങ്ങനെയൊക്കെ മതി, എനിക്ക് പ്രത്യേകിച്ച് കൂടുതലൊന്നും വേണ്ട എന്നുള്ളതല്ല. അധാർമികമായ മാർഗത്തിലൂടെ പോകണമെന്നല്ല, ധാർമ്മികമായിട്ട് ഉയരാനും വളരാനും ഒക്കെ ഈ കാഴ്ചകൾ നമ്മളെ ഒത്തിരി സഹായിക്കുമെന്ന് തോന്നുന്നു. പ്രണാമം, നമസ്കാരം.